എമ്പുരാന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ നോക്കിയാലും ഹൗസ്ഫുൾ ആണ്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാന്ന് കരുതി കാത്തിരിക്കുമ്പോഴാണല്ലോ വിവാദങ്ങളൊക്കെ വന്നത്. എന്നാ പിന്നെ സീനുകളൊക്കെ കട്ടാക്കുന്നതിന് മുമ്പ് തന്നെ പോയി കാണണ്ടേ. അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളിത് എമ്പുരാൻ കാണാൻ പോവാണ് കേട്ടോ. സംഭവം ഇപ്പോഴും ഹൗസ്ഫുൾ ആണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ടിക്കറ്റ് കിട്ടിയത്. ഇത് ഫാമിലി മൂവി അല്ലാന്ന് കേട്ടോടുകൂടെ തന്നെ അമ്മ വരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാറേ ഇല്ല. അങ്ങനെ ഞാനും പാറും ബ്രതും കൂടിയാണ് പോയിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ റിവ്യൂസ് ഒക്കെ എല്ലാവരും അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒന്ന് പറയാട്ടോ, മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി അത് ആദ്യമായിട്ട് തന്നെ. തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ എപ്പോഴുമുള്ള എനിക്ക് ഒരേ ഒരു ടെൻഷൻ എന്താണെന്നറിയോ? എപ്പോഴും അതെ, മൂവി തുടങ്ങി കഴിയുമ്പോൾ പേര് എഴുതി കാണിക്കുമ്പോൾ ആ പേര് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. അപ്പൊ ഞാനിങ്ങനെ ഫോണും പിടിച്ചിങ്ങനെ കാത്തിരിക്കും. ഇവിടെ എന്തായാലും പേര് കിട്ടിയിട്ടോ, അത് ഭാഗ്യം. പിന്നെ നമുക്കുണ്ടല്ലോ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ ഇങ്ങനെ വരും, നമ്മൾ കാണുന്നത് ഇപ്പൊ മലയാളം സിനിമ തന്നെയാണോ എന്നുള്ളത്. ഇന്റർവെൽ ആയിരുന്നു നമ്മളിത് പുറത്തിറങ്ങിയിട്ടോ. എനിക്കാണെങ്കിൽ നല്ല ചുമയായിരുന്നു. ഇനി ചൂടുള്ളത് എന്തെങ്കിലും കഴിക്കാണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അത്രയും ഗംഭീര ചുമയായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടുള്ള ഒരു കോഫി ഒക്കെ വാങ്ങിയിട്ട് അതും കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അയ്യോ കോഫി ഉള്ളിലോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ആ ചൂടുള്ള കോഫിയും എടുത്ത് പുറത്ത് നിന്നിട്ട് തന്നെ രണ്ട് മിനിറ്റും ഇല്ല, 1 മിനിറ്റിന്റെ ഉള്ളിൽ കുടിച്ചു തീർത്ത ആ ഒരു അവസ്ഥ. എന്റെ അമ്മോ, വായ മൊത്തം പൊള്ളി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് ലാലേട്ടൻ മുണ്ടും മടക്കി കുത്തി വരുന്ന ആ സീനുകൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇഷ്ടം എന്നുള്ളത്. ചില സീനുകൾ നമ്മൾ ആ തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഓളം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനത്തെ മൂവി കണ്ടിറങ്ങി ഇനി നമ്മൾ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ വലിയകുന്നിൽ ഇതാ ഒരു വലിയ സംഭവം വരാൻ പോകുന്നു. അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ അടുത്ത ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഇത് കാണാൻ വേണ്ടി. എന്തായാലും ഇത് കാണാൻ വേണ്ടി എല്ലാവർക്കും നമ്മളുടെ വലിയ കുന്നിലേക്ക് സ്വാഗതം.